പശ്ചിമേഷ്യയിലെ ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളും മരുന്നും കടത്തിവിട്ടില്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ 14,000 കുട്ടികൾ മരിക്കുമെന്ന് UN മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ഏറ്റവും അപകടകരമായൊരു മുന്നറിയിപ്പാണിത് എന്ന് മനസ്സിലാക്കുക. കുട്ടികളും സ്ത്രീകളും കൊന്നൊടുക്കപ്പെടുന്നതിന് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ കണക്കില്ല. വി ജെയിംസ് ചേരികാട്. BP മനുഷ്യാവകാശ ധ്വംസനമാണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. ഇസ്രയേലാണ് ഇതിന് മുന്നണി പടയാളിയും. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആണെങ്കിലും ഇസ്രായേലിലും ഗസയിലൊക്കെ കാര്യങ്ങൾ വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ നമ്മളെയൊക്കെ വല്ലാതെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. അത് ആരുമല്ല പറഞ്ഞിരിക്കുന്നത്, UN ജീവകാരുണ്യ വിഭാഗത്തിൻ്റെ തലവൻ ഫ്ലെച്ചർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഭക്ഷ്യവസ്തുക്കളും മരുന്നും ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് എത്തിച്ചില്ലെങ്കിൽ 14,000 കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമെന്നുള്ള മുന്നറിയിപ്പാണ്. 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ ഇപ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഞാനിതൊക്കെ പറയുമ്പോൾ ഇത് പാലസ്തീന് പക്ഷപാതിയാണെന്നുള്ള ആരോപണമൊക്കെ പ്രേക്ഷകരുടെ ഇടയിൽ വരുന്നുണ്ട്. നമ്മളതൊന്നും കൂസുന്നില്ല. കാരണം ഒരു ജേർണലിസ്റ്റ് എപ്പോഴും ആ നിലയിൽ സത്യങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നത് കാണിക്കുന്നത് മനുഷ്യത്വത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ്. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന സ്കെയിൻ. ബ്രിട്ടൻ വലിയ മുന്നറിയിപ്പ് നൽകി. അവസാനം ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള വ്യാപാര ചർച്ച അവർ നിർത്തിവെച്ചു, അവർ മരവിപ്പിച്ചിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങൾ കാനഡ, ഫ്രാൻസ് അടക്കം 22 രാജ്യങ്ങളാണ് വലിയ രീതിയിൽ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നത്. അവരെല്ലാം ഇസ്രായേലിനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളാണെന്ന് ഓർക്കണം. അപ്പോൾ എന്ന് മാത്രമല്ല, കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മാർച്ച് 2-ന് ശേഷം അവിടേക്ക് ട്രക്കുകൾ കടത്തിവിട്ടിട്ടില്ല. അതിനുശേഷം 326 പേർ പട്ടിണി മൂലം മരിച്ചു എന്ന റിപ്പോർട്ട് കൂടി വരുമ്പോൾ എന്തൊരു ഭീകരമായ അവസ്ഥയാണ് ഗസയിൽ എന്നുള്ളത് നമ്മൾ അറിയണം. ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ കരയിലും ആകാശത്തിലുമുള്ള ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഈ മണിക്കൂറുകളിൽ മാത്രം 60-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മരണസംഖ്യ 54,000 ആയിരിക്കുന്നു. കാണാതായവരെ കൂടി കൂട്ടുമ്പോൾ 64,000-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ച, അവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ഇസ്രായേലി ബന്ദികളെ 19 മാസമായി അവർ തടവിൽ പാർപ്പിച്ചിരിക്കുക. അതിനെതിരെയാണ് ഈ യുദ്ധമെന്ന് ഇസ്രായേൽ പറയുന്നു. പക്ഷേ 1200 പേരെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ 64,000 പേരെ തിരിച്ച് കൊലപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും രോഷമടങ്ങുന്നില്ല ഇസ്രായേലിന്. ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികൾ മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു തരത്തിലും ഗസ മുഴുവൻ കീഴടക്കാതെ ഞങ്ങൾ പിന്മാറില്ല എന്നുള്ള നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ വന്ന് സൗദി വഴി ഖത്തർ വഴി ഒക്കെ ഇസ്രായേലിനെ പ്രേരിപ്പിക്കാൻ നോക്കി. ഇസ്രായേലിൽ യാത്ര ചെയ്യാതിരുന്നു, പിണങ്ങി, പരിഭവിച്ചു. ഇതൊന്നും പ്രശ്നമല്ല. അതിലൊരു കാര്യം വളരെ വ്യക്തമാണ് സ്കെയിൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നത് അവിടുത്തെ വലതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള സിയണിസ്റ്റുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ അവർ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കസേരയിൽ നിന്ന് ഇറക്കി വിടും. വേറെ വഴിയില്ല. അമേരിക്ക പറഞ്ഞാലും ലോകം മുഴുവൻ പറഞ്ഞാലും നെതന്യാഹു കേൾക്കില്ല. നെതന്യാഹുവിനെതിരെ സുപ്രീം കോടതിയിൽ കേസിൽ അദ്ദേഹം കറപ്ഷൻ കേസിൽ ശിക്ഷിക്കപ്പെടാനിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കാണണം, നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ ഇന്ത്യക്ക് അനുകൂലമായ രാജ്യമാണെന്ന് നമുക്കറിയാം. അത് വെച്ചുകൊണ്ട് കാണിക്കുന്ന ക്രൂരതയെ പിന്തുണയ്ക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബ്രിട്ടനും ഫ്രാൻസും കാനഡ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അവർക്കെതിരെ. കാരണം മനുഷ്യത്വത്തിൻ്റെ ഒരു വലിയ തലം ഇതിനുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക സ്കെയിൻ.